ഭാഗവത കുടുംബത്തിന് എന്നും ഒരു പിൻബലമായിട്ടുള്ള ഒരാളാണ് ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി, ഗോവിന്ദേട്ടൻ. അതുകൊണ്ട് തന്നെ നമ്മള് ഭാഗവത കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തിന്റെ ഒരു പാരിതോഷികം എന്നുള്ള രീതിയിൽ ഭാഗവത പ്രദീപം ഗോവിന്ദൻ നമ്പൂതിരി എന്നുള്ള ഒരു പേര് നമ്മളുടെ അമ്മമാരെല്ലാവരും കൂടെ ചേർത്ത് വിശ്വാംബുൽ സാറിന്റെ നിർദ്ദേശത്തിൽ നമ്മൾ കൊടുത്തതാണ്. എന്നാൽ ഇന്ന് കേരളത്തില് അർഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ പറഞ്ഞ പോലെ എട്ടുകാലി എന്താ പറയാ, വല കൂട്ടുന്നത് പോലെ പല സ്ഥലത്തും രത്നങ്ങൾ ഇങ്ങനെ മിന്നുന്നുണ്ടാവും. അതിനെ കണ്ടെത്താനും ഭാഗ്യം വേണം ഒന്നത്, അല്ലേ? അപ്പം ആ ഗോവിന്ദേട്ടനാണ് നമുക്കിന്ന് നാമത്തിന്റെ മഹാത്മ്യം അജാമളോപാഖ്യാനം എന്നുള്ളൊരു ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ ആചാര്യ മര്യാദകളോടുകൂടി ആ ഗോവിന്ദേട്ടന്റെ പാദങ്ങളിൽ ഭാഗവത കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുവാനും നമ്മളെയൊക്കെ അർഹതയോടുകൂടിയിട്ട് ഉപദേശിക്കുവാനും ആയിട്ട് ഗോവിന്ദേട്ടനെ എല്ലാ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കിങ്കിണി രസൈ അങ്കണഭുവി സദാനന്ദം കുങ്കുളു കുണുപതയുഗടം കങ്കണഭൂഷം ഹരിം വന്ദേ. നമ്മള് ഇവിടെ നടത്തുന്ന സർക്കർമ്മം സത്സംഗം എന്ന് പറയും. സത്സംഗത്തിന്റെ മാഹാത്മ്യമാണ് നമ്മൾ എല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കാവിലേയം നമ്മൾ കണ്ടു. 25-ാമത്തെ അധ്യായം, തൃതീയ സ്കന്ധം. അതിലെ തന്നെ 25-ാമത്തെ ശ്ലോകം. ദേവഹൂതി ദേവിയാകുന്ന അമ്മയ്ക്ക് കപിലവാസുദേവനാകുന്ന ഭഗവാൻ നൽകുന്ന നല്ല വാക്കുകള്. സദാം പ്രസംഗൽമമീരസംവിദോ ഭവന്തി കർണരസായന കഥ. നോക്കൂ, ഭഗവാനാണ് പറയണത്. ഭഗവാന്റെ കഥകള് എന്നും കേൾക്കണം. എന്താ ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത? കർണരസായന കഥ. പഞ്ചേന്ദ്രിയങ്ങൾക്ക് പഞ്ചാമൃതം നൽകുന്നത് മാത്രമല്ല, ഹൃദയത്തിനും മനസ്സിനും എന്നും അമിതമായ ആനന്ദം, സമാധാനം, ശാന്തി, സംതൃപ്തി നൽകുന്നു. ആയുർവേദത്തിലെ കഷായം കഴിക്കാൻ ബുദ്ധിമുട്ടാ, ഗുളിക കഴിക്കാൻ ബുദ്ധിമുട്ടാ, നെയ്യ് കഴിക്കാൻ ബുദ്ധിമുട്ടാ. രസായനം കഴിക്കുന്നത് എങ്ങനെയാ? ദശമൂല രസായനം, താമ്പൂല രസായനം, അഗസ്ത്യ രസായനം. ഐസ്ക്രീം കഴിക്കുന്ന പോലെയാ കഴിക്കണത്. തീരരുത് എന്ന വിചാരത്തോടെ ഐസ്ക്രീം കഴിക്കണേ. ഇതുപോലെയാണ് ഭഗവാന്റെ കഥകള്. എത്രയോ വർഷം മുമ്പ് രാമായണം എഴുതപ്പെട്ടു, എത്രയോ വർഷം മുമ്പ് ശ്രീമദ് ഭാഗവതം എഴുതപ്പെട്ടു. ഇന്നും നമ്മള് ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കുന്നു. ശ്രീമദ് എന്ന വിശേഷം ഭാഗവതത്തിന് മാത്രമേ ഉള്ളൂ, വേദങ്ങൾക്ക് പോലും ഇല്ല. അപ്പൊ 18 പുരാണങ്ങളിലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പുരാണം എന്ന് വെച്ചാൽ പഴയത് എന്ന അർത്ഥമല്ല. പുര എപ്പോഴും പുതുമ. അതിനാണ് ഓരോരോ ആചാര്യമാര് നമ്മള് ഭഗവാന്റെ കഥകളെ പരിചയപ്പെടുത്തുന്നു. സത്സംഗത്തിന്റെ പ്രത്യേകത എന്താ? സത്സംഗ ജായതേ ജ്ഞാനം. പുതിയ അറിവ് നമുക്കുണ്ടാവുക. സത്സംഗ ലഭതേ സുഖം. പുതിയ അറിവുണ്ടാവുമ്പോൾ നമുക്ക് സന്തോഷം വരിക. സത്സംഗാൽ ക്ഷീയതേ പാപം. അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങൾ നശിക്കുന്നു. പിന്നീടോ സത്സംഗാൽ മോക്ഷമശ്നുതേ. സത്സംഗം കൊണ്ട് മോക്ഷം കിട്ടുന്നു. മോക്ഷം 2 തരത്തിലാ. കൈവല്യൈക പ്രയോജനം,
ശരീരം ഉപേക്ഷിച്ചാൽ ഭഗവാന്റെ അടുത്തേക്ക് പോവുക. അത് മാത്രമല്ല, ഇന്നെന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടോ, അതിൽ നിന്ന് മോചനം. അതിനാണ് ശ്രീമദ് ഭാഗവതം കേൾക്കുക. പ്രഹ്ലാദനം പറഞ്ഞു ശ്രവണം, കേൾക്കുന്നതിനാണ് പ്രാധാന്യം കൂടുതലെന്ന് പറയാം. അപ്പൊ രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. സംശയമില്ല, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ ഓരോ അവയവമാണ് ഓരോ സ്കന്ധവും. 12 സ്കന്ധങ്ങളാണുള്ളത്. പാദവുന്നു പ്രഥമ സ്കന്ധ. ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ പാദങ്ങളാണ് ഒന്നാമത്തെ സ്കന്ധം. രണ്ടാമത്തെ സ്കന്ധം ഭഗവാന്റെ കാൽമുട്ടുകളാ. മൂന്നാമത്തെ സ്കന്ധം ഭഗവാന്റെ തുടകളാ. നാലാമത്തെ സ്കന്ധം ഭഗവാന്റെ അരപ്രദേശം. അഞ്ചാമത്തെ സ്കന്ധം അതിനെപ്പറ്റി ചിന്തിക്കാനായോ? വയറിനെ പറ്റി കാപ്പിയുടെ ആവുമ്പോ അതിനെപ്പറ്റി ചിന്തിക്കും. ആറാമത്തെ സ്കന്ധം അതാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. ഷഷ്ടം ഹൃദയമീയതേ. ആറാമത്തെ സ്കന്ധത്തിന് ഭഗവാന്റെ ഹൃദയം എന്ന വിശേഷണം. പോഷണം തദനുഗ്രഹ. ആ ഷഷ്ടസ്കന്ധത്തിന്റെ നിർവചനവും അങ്ങനെയാ. പോഷണം തദനുഗ്രഹ. ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി കിട്ടിയ കഥാപാത്രങ്ങളാണ് ഷഷ്ടസ്കന്ധത്തിൽ കാണാൻ സാധിക്കുക. അപ്പൊ ഹൃദയം എന്ന വാക്കിന്റെ 2 വാക്കാ. ഹൃത്ത് അധികം അയം. ഹൃദയം, ഹൃദ്രോഗം, ഹൃദയരോഗം എന്ന് പറയാറില്ല. അപ്പൊ ഭഗവാൻ ഇവിടെയാണ്. ഞാനും തൊട്ടു കാണിക്കുന്നത് എവിടെയാ? നമ്മള് തലയിലോ കാലിലോ അല്ല, ഇവിടെയാ. ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഇപ്പൊ ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ ഹൃദയമാണ് ഷഷ്ടസ്കന്ധം. 7ാമത്തെ സ്കന്ധം ഭഗവാന്റെ തിരുമാർവിടം. 8ാമത്തെ സ്കന്ധം ഭഗവാന്റെ കഴുത്ത്. 9ാമത്തെ സ്കന്ധം ഭഗവാന്റെ തോൾ പ്രദേശം. 10ാമത്തെ സ്കന്ധം ദശമം മുഖം ഈര്യത. ഭഗവാന്റെ മുഖമാണ് ദശമസ്കന്ധം. ഇന്ദ്രിയങ്ങളൊക്കെ മുഖത്തല്ലേ. അതിന് 11ാമത്തെ സ്കന്ധം ഭഗവാന്റെ ശിരസ്. 12ാമത്തെ സ്കന്ധമാകുമ്പോ ബ്രഹ്മരന്ധ്രം. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കുന്നത് എന്താ? ഷഷ്ടസ്കന്ധത്തെ പറ്റിയാ. പഞ്ചമസ്കന്ധത്തിലെ നവഗ്രഹങ്ങളെ വർണ്ണിക്കുന്ന 23ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഹൃദയേ നാരായണോ മനസ്സി ചന്ദ്രഹ. ഹൃദയേ നാരായണ മനസ്സി ചന്ദ്രഹ. ഹൃദയേ നാരായണ മനസ്സി ചന്ദ്രഹ. നോക്കൂ, നാരായണനാഥന്റെ മഹാത്മ്യം ഇവിടെ പറയാൻ പോകുന്നേ. പഞ്ചമസ്കന്ധത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഹൃദയേ നാരായണ മനസ്സി ചന്ദ്രഹ. അപ്പൊ പോഷണം എന്ന പുരാണ ലക്ഷണത്തോടു കൂടി ഷഷ്ടസ്കന്ധം ആരംഭിക്കുന്നു. പോഷിപ്പിക്കുക, വർദ്ധിപ്പിക്കുക. എന്താ വർദ്ധിപ്പിക്കേണ്ടത്? നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുക, സമാധാനം വർദ്ധിപ്പിക്കുക, ശാന്തി വർദ്ധിപ്പിക്കുക, സംതൃപ്തി വർദ്ധിപ്പിക്കുക. അതാണ് ഉദ്ദേശിക്കുക. കഴിയുന്ന ദിവസം എല്ലാവർക്കും അറിയാം, 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 7 ദിവസം ഭാഗവതം വായിച്ച ഫലം, ഭാഗവതം കേട്ട ഫലം 12ാമത്തെ സ്കന്ധത്തിന്. പക്ഷേ 3-4 കഥകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് ഈ കഥയാ. അരാമിടോപാഖ്യാനത്തിന് സൂചനയില്ല. പിന്നെ സുധാമാവിന്റെ കഥ, കുചേലവട്ടം കഥയുടെ സൂചനയില്ല. പിന്നെ സന്താനോപാനം കഥ, അതിന്റെ സൂചനയുമില്ല. ശിവന്തകരണത്തിന്റെ കഥ, ആ സൂചനയുമില്ല. എന്താണ്? പ്രാധാന്യം കൂടുതലുള്ളത് കൊണ്ടാണ് ആ 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിൽ ഉൾപ്പെടാത്തത്. ഒരു ശ്ലോകത്തിലോ 2 ശ്ലോകത്തിലോ ഉൾക്കൊണ്ടതല്ല അതിന്റെ സാരാംശം. അപ്പൊ ഇവിടുത്തെ പ്രാധാന്യം എന്താ? നാമം ജപിച്ചാൽ എല്ലാ മംഗളങ്ങളും ലഭിക്കും. സുധാമാവിന്റെ കഥയിലോ ഭഗവാനെ വിചാരിക്കുക, ഭഗവാൻ അവിടെ സമർപ്പിച്ചാലോ ഭക്തിയും ഉണ്ടാകും, സമ്പത്തും ഉണ്ടാകും. അപ്പൊ സന്താനോപാല കഥയിലോ അവിടെ അതെ ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേതമേം കൃഷ്ണ സ്വാമഹം ശരണങ്കര. സന്താനം ഉണ്ടാവുക. അപ്പൊ ഓരോ പിന്നെ ശമന്തകം ഭഗവാന് ദുഷ്കീർത്തി ഉണ്ടാക്കിയ കഥ കേട്ടാൽ നമുക്ക് സൽകീർത്തി ഉണ്ടാവും. ഇങ്ങനെ 3-4 കഥകളുടെ സൂചന 12ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ സ്ഥലം കാണുന്നില്ല. അപ്പൊ അപേറെ പ്രാധാന്യം. അതുപോലെ വിഭൂതി യോഗത്തിലും ഭഗവാൻ ഇഷ്ടപ്പെട്ടതൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ 4 കഥാപാത്രങ്ങളെയും കഥകളുടെ സൂചനയും വിഭൂതി യോഗത്തിലില്ല എന്ന് പറയുക. അപ്പൊ എന്താ ഇതിന്റെ ആശയം? നാമം ജപിക്കുക. എല്ലാ പുരാണങ്ങളും നമുക്കൊക്കെ അറിയാം, എല്ലാ പേരെങ്കിലും അറിയാം. സ്കാന്ദപുരാണം, ശിവപുരാണം, ദേവീ ഭാഗവതം,
വാരാഹപുരാണം, എല്ലാ പുരാണങ്ങളുടെ സാരാംശം എന്താ? ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം. നാമം ജപിക്കുവിൻ, നാമം ജപിക്കുവിൻ, നാമം ജപിക്കുവിൻ നാട്ടുകാരെ. ഇതാ വേദവ്യാസ മഹർഷിക്ക് നമുക്കുള്ള പ്രഥമവും പ്രധാനവുമായ ഉപദേശം. രാവിലെ നാരായണി ജപിക്കൂ, വൈകുന്നേരം വിശുവായി ജപിക്കൂ, രാത്രി രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. എന്നോട് തിരുവനന്തപുരത്ത് ഒരു മഹിളാരത്നം പിടിച്ചു ചോദിച്ചു, എന്താ ഒരു സംശയം? തിരുമേനി, ഗുരുവായൂരപ്പൻ, വൈക്കത്തപ്പൻ, ഏറ്റുമാനൂരപ്പൻ, ഇതുപോലെ ചോറ്റാനിക്കര അമ്മ, കൊടുങ്ങല്ലൂർ അമ്മ, തിരുമാന്താംകുന്നിര അമ്മ, എന്തെങ്ങനെ പറയാൻ കാരണം? അപ്പൊ നമ്മ സമാധാനിപ്പിച്ചു. ശ്രദ്ധിക്കേണ്ട കാര്യ, സംസ്കൃത ഭാഷ അത് മലയാള ഭാഷ അറിയാം. ദേവൻ എന്നൊരു വാക്കുണ്ട്. സംസ്കൃത ദേവ, വാ എഴുതിട്ട് രണ്ട് കുത്തിടുക, വിസർഗം എന്ന് പറയും. ദേവൻ അല്ല, ശ്രീലിംഗത്തിലെ ദേവി. അപ്പൊ അന്ന് തത്തുല്യമായ മലയാള വാക്കാണ് അപ്പൻ. അർത്ഥം എന്താ? പ്രകാശിപ്പിക്കുന്നവൻ. ഗുരുവായൂർ എന്ന പുണ്യഭൂമി പ്രകാശിപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ. വൈക്കം എന്ന പുണ്യഭൂമി പ്രകാശിപ്പിക്കുന്നു, ശോഭ വർദ്ധിപ്പിക്കുന്നു മഹാദേവൻ. ഏറ്റുമാനൂർ എന്ന പുണ്യഭൂമിയെ പ്രകാശിപ്പിക്കുന്നു മഹാദേവൻ. അതുകൊണ്ട് ഏറ്റുമാനൂരപ്പൻ. അതുപോലെ തന്നെ ശ്രീലിംഗം അതെ, ദേവി. സംസ്കൃതത്തിലും പറയും, മലയാളത്തിലും പറയും. തത്തുല്യമായ മലയാള ഭാഷ ഏതാ? അമ്മ. ചോറ്റാനിക്കര എന്ന പുണ്യഭൂമിയെ പ്രകാശിപ്പിക്കുന്നു. ചോറ്റാനിക്കരയിലെ ആ ജഗദംബിക. തിരുമാന്താംകുന്ന് എന്ന പുണ്യഭൂമിയെ പ്രകാശിപ്പിക്കുന്നു അവിടുത്തെ പാർവതി ദേവി. കൊടുങ്ങല്ലൂർ എന്ന പുണ്യഭൂമിയെ പ്രകാശിപ്പിക്കുന്നു അവിടുത്തെ പരാശക്തി. അപ്പൊ ദേവൻ എന്ന വാക്കിന്റെ തനി മലയാള വാക്കാണ് എന്താ? അപ്പൻ. ദേവി എന്ന സംസ്കൃത ഭാഷയുടെ തനി മലയാള ആശയമാണ് അമ്മ. ഒരാൾ കുട്ടികൾ ചോദിച്ചാൽ സംശയം പറഞ്ഞു കൊടുക്കണ്ടേ? ഗുരുവായൂരപ്പൻ, ഗുരുവായൂർ എന്ന പുണ്യഭൂമി പ്രകാശിപ്പിക്കുന്നവൻ, ഏറ്റുമാനൂർ എന്ന പുണ്യഭൂമി പ്രകാശിപ്പിക്കുന്നവൻ ഏറ്റുമാനൂരപ്പൻ. ഇതുപോലെ കൊടുങ്ങല്ലൂർ എന്ന പുണ്യഭൂമി പ്രകാശിപ്പിക്കുന്നവൾ അമ്മ, ദേവി എന്ന ഭാവം. അപ്പൊ നമുക്ക് പ്രകൃതത്തിലേക്ക് വരാം. അരാവണന്റെ കഥയിൽ എന്താ ശ്രദ്ധിക്കാനുള്ളത്? ഒരു നാമം ജപിച്ചാൽ മോക്ഷം കിട്ടിയെന്ന് ഭാഗവതോ നാരായണിയോ പറഞ്ഞിട്ടില്ല. തിരുനാമജപത്തിനുണ്ട് പുണ്യം, തരമെന്നുള്ളതിനില്ല വാദമേതും. ഒരു നാമജപത്തിന് കിട്ടിയല്ലോ ധരണീദേവൻ അരാമിളന്നു പുണ്യം. അരാമിള പുണ്യം കിട്ടിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു നാമം ജപിച്ചപ്പോഴോ അതുവരെയുള്ള പാപങ്ങൾ മാറിയുന്ന. അപ്പൊ മാലപ്പടക്കം അല്ലെങ്കിൽ ഓലപ്പടക്കം കണ്ടിട്ടില്ലേ? ഒരു ഭാഗത്ത് തീ കൊടുത്താൽ മതി, എല്ലാ പടക്കത്തിന്റെ തീ കൊടുക്കണ്ട. ആ തീ പടർന്ന് ഇതെല്ലാം മുട്ടും. ഇതുപോലെ ഒരു പ്രാവശ്യം നാമം ജപിച്ചാൽ അതുപോലെയുള്ള പാപങ്ങൾ മാറുക. പിന്നെ നാമം ജപിക്കാൻ തോന്നുന്ന ആദ്യമാണ് ലജ്ജ അല്ലെങ്കിൽ നാണം. പ്രഹ്ലാദം പറയുന്നു, ഏകാദശവും പറയുന്നു. എന്താണ്? നാരായണേറ്റാത്മതിർഗതപ്രഭ. ലജ്ജ കൂടാതെ ഉറക്ക നാമം ജപിക്കണം. ഗായൻ വിരജോ വിചരേത് അസംഗ. ഒന്നിനോട് സംഘമില്ലാതെ ഉച്ചത്തിൽ നാമം ജപിക്കണം. നാരദ മഹർഷിയുടെ പൂർവ്വകഥയിലും നാരദ മഹർഷി പറയുന്നുണ്ട്, നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് ജീവാത്മാവോ പരമാത്മാവിൽ ലയിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന സൽക്കർമ്മം നാമം ജപിക്കുക. രാവിലെ നാരായണി ജപിക്കുക, അതുപോലെ വൈകുന്നേരം ശിവായ ജപിക്കുക, രാത്രിയായാലോ രാമരാമൻ ജപിക്കുക. അപ്പൊ പിബരേ രാമരസം രസനെ, പിബരേ രാമരസം രസനെ. ജനന മരണ ശോക ഭയ ദൂരം സകല ശാസ്ത്ര നിഗമ ആഗമ സാരം. പിബരേ രാമരസം രസനെ. അതെയോ നാക്കേ, നീ രാമനാമം ജപിക്കൂ. എല്ലാ ദുഃഖങ്ങളും മാറി, എല്ലാ ഭയങ്ങളും മാറി, എല്ലാ മംഗളങ്ങളും നമുക്ക് ലഭിക്കുന്ന. നോക്കൂ, രാമനാമത്തിന്റെ മഹാത്മ്യം, നാരായണനാമത്തിന്റെ മഹാത്മ്യം, ഓരോ നാമത്തിനും ഓരോ മഹാത്മ്യം നമുക്കൊക്കെ അറിയാം. ഹരിഹരതി പാപാനി. ഭാഗവത ആദ്യം മുതൽ അവസാനം വരെയുള്ള ഇടയ്ക്കിടയ്ക്ക് നമ്മള് പഠിപ്പിക്കുന്ന നാമം ഏതാ? ഹരി എന്ന. ഹരിഹരതി പാപാനി. പാപങ്ങളെ നശിപ്പിക്കുന്നുള്ള മഹാവിഷ്ണു ഹരി എന്ന പേര്. പിന്നെ ദേവേന്ദ്രന് പേരുണ്ട്, കുരങ്ങിന് പേരുണ്ട്,
സിംഹത്തിന് പേരുണ്ട്. പിന്നെ ഗജേന്ദ്രനെ രക്ഷിക്കാൻ ഭഗവാൻ തന്നെ ഹരി എന്ന അവതാരം സ്വീകരിക്കുന്ന രംഗവും നമുക്ക് പരിചയമുണ്ട്. എന്താ ഹരി എന്ന അക്ഷരങ്ങൾക്ക് 28 എന്ന സംഖ്യ. അങ്ങനെ അക്ഷരവും അക്കവും തമ്മിൽ ബന്ധമുണ്ട്. ജ്യോതിഷം അറിയാവുന്നവർക്കൊക്കെ കൃത്യമായിട്ടറിയാം. അപ്പൊ ഹരി എന്ന വാക്കുകൊണ്ട് 28 എന്ന സംഖ്യ. ഏതാ 28 സംഖ്യ? 18 പുരാണങ്ങള്, 4 വേദങ്ങള്, 6 ശാസ്ത്രങ്ങള്. നോക്കൂ, 18 4 22 6 28. ഇതൊക്കെ വായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. അപ്പൊ എടുത്ത വഴി എന്താ? പതിതസ്കരിതശ്ചാത്രുവൻ ഹരേ നമ, ശ്രീ ഹരേ നമ, ശ്രീ ഹരേ നമ, ശ്രീ ഹരേ നമ. അപ്പൊ ശ്രീ ഹരേ നമ എന്ന് ഉച്ചരിച്ചാൽ എല്ലാ പാപങ്ങളും മാറി എല്ലാ മംഗളങ്ങളും ലഭിക്കുന്നു. പോരാ, ഗജേന്ദ്രമോക്ഷം കഥ അറിയാം. നാലാം ദിവസം രാവിലെയൊക്കെ നമ്മൾ ഉത്സാഹരംഗത്ത് അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന കഥ ഗജേന്ദ്രമോക്ഷം കഥ. അവിടെ എന്താ പ്രത്യേകത? അഷ്ടമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലാണ് ആ ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിക്കുന്നത്. അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്നാഹ, അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്നാഹ. ആരാണോ ഭഗവാന്റെ കഥകൾ വായിക്കുന്നത്, തിരുനാമം ജപിക്കുന്നവര്, അവരാണ് ആത്മാർത്ഥമായി ആനന്ദമാകുന്ന സമുദ്രത്തിൽ ആറാടുന്നത് എന്ന് ഗജേന്ദ്രൻ. പഠന്തോ മാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഹ. ഇതേ ആശയം പത്തേരിപ്പാട് നാരായണീയം 3-ാമത്തെ ദശകം. പഠന്തോ മാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഹ. നോക്കൂ, ആ 28 സംഖ്യയുടെ മാഹാത്മ്യം കാണാം. പുസ്തകങ്ങൾക്ക് നോക്കാം. വിശ്രമവേളയില് അഷ്ടമസ്കന്ധം 3-ാമത്തെ അധ്യായത്തില് ഗജേന്ദ്രന്റെ സ്തുതി 28 ശ്ലോകങ്ങളാണ്. നോക്കൂ, ഹരി എന്ന വാക്കിന് 28 എന്ന സംഖ്യ. അപ്പൊ ഗജേന്ദ്രൻ സ്തുതിക്കുന്നത് 28 ശ്ലോകങ്ങളെ കൊണ്ടാ. അതുമല്ല, ഭാഗവതത്തിലെ ഓം, അത് പ്രണവം എന്ന നാമത്തോടുകൂടി ആ മന്ത്രത്തോടുകൂടി ആരംഭിക്കുന്ന സ്തുതി ഗജേന്ദ്രന്റെ സ്തുതി മാത്രമേ ഉള്ളൂ, ഓ എന്ന ഭാവത്തോടെ. അപ്പൊ ഏത് നാമവും നമുക്ക് ലഭിക്കാന്ന ഇവിടെ കഥാഭാഗത്തിലല്ല, നാമഞ്ജപത്തിന്റെ മാഹാത്മ്യം. അപ്പൊ ഹരി എന്ന നാമം, ശിവായ എന്ന നാമം, ഹര ഹരോ സുബ്രഹ്മണ്യ സ്വാമിയെ സന്തോഷം, ഏത് നാമവും നമുക്ക് ജപിക്കാന്ന. അപ്പൊ വിദ്വാംഗ സ്വാമിയാരൊക്കെ എന്താ? അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ എന്ന നാമത്തിന് പ്രാധാന്യം കണ്ടുപോലും. അതിന് കാരണക്കാരി ആരാ? കുറൂരമ്യ. വിദ്വാംഗ സ്വാമിയാരുടെ കഥ നമുക്കറിയാല്ലേ. ഭഗവാൻ ധാരാളം അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തു വിദ്വാംഗത്തിന്. പ്രത്യേക സിദ്ധികളും പലരെയും സമാധാനിപ്പിക്കുക, രോഗങ്ങൾ മാറ്റുക, ആ കഴിവും ഉണ്ടായിരുന്നു വിദ്വാംഗത്തിന്. ഒരു ബ്രാഹ്മണൻ വന്നു വിദ്വാംഗത്തിന്റെ അടുക്കൽ. ഈ വന്ന രോഗമിനി മാറിടുവാൻ പ്രയാസം, സേവിച്ചു നോക്കി പരമാതിരി ഔഷധങ്ങൾ, പല മരുന്നുകളും കഴിച്ചു നോക്കി, രോഗം മാറുന്നില്ല. എന്താ ചെയ്യേണ്ടത്? വിദ്വാംഗൻ എന്താ പറഞ്ഞത്? അങ്ങ് വെളിയിലിരിക്കൂ, ഞാൻ പൂജാമുറിയിൽ ചെന്ന് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി രോഗം മാറാനുള്ള ഉപായം ആരാഞ്ഞു വരാ. പൂജാമുറിയിൽ ചെന്നു, വിദ്വാംഗനം ഭഗവാനെ വിളിച്ചു വന്നു. അതാണ് ഭഗവാന്റെ യോഗ്യത, അതാണ് വിദ്വാംഗനത്തിന്റെ ഭക്തി. എന്താണാവോ എന്നെ വിളിച്ചു വരുത്തിയത്? എന്റെ അടുത്ത് ബ്രാഹ്മണൻ വന്നിട്ടുണ്ട്, എന്തെന്നില്ലാത്ത വൈശ്യവേദന. എന്താ മറുപടി പറയേണ്ടത്? കുറച്ചു നാളുകൂടി ഈ വൈശ്യവേദന അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ ജന്മം ചെയ്ത പാപം, പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ തൽ ശാന്തി ഔഷധൈ ദാനേ ജപ ഹോമ അർപ്പണാദിഭി. പല വഴികളുണ്ട് രോഗം മാറാൻ. ഇദ്ദേഹത്തെ സംബന്ധിച്ച കഴിഞ്ഞ ജന്മം ചെയ്ത പാപം കുറച്ചു നാളുകൂടി വൈശ്യവേദന അനുഭവിക്കേണ്ടി വരും. ഭഗവാന്റെ നിർദ്ദേശം, ബ്രാഹ്മണനെ അറിയിച്ച് എങ്ങനെ കുറച്ചു നാൾ കഴിക്കാം? 1 സെക്കൻഡ് പോലും കഴിക്കാൻ പ്രയാസം, അത്രയേറെ വൈശ്യവേദന. അപ്പൊ ആരോ പറഞ്ഞു, അവിടെ മഹിളാരത്നം കുറൂരമ്മയുണ്ട്, അടുത്ത് ചെന്നു. ബ്രാഹ്മണൻ അവിടെ ചെന്നു. കുറൂരമ്മയോടും പറഞ്ഞു, ഈ വന്ന രോഗമിനി മാറിടുവാൻ പ്രയാസം, സേവിച്ചു നോക്കി പരമാതിരി ഔഷധങ്ങൾ. കുറൂരമ്മ അകത്തി ചെന്നു, പൂജാമുറിയിൽ ചെന്നു, ക്ഷണം മലരെടുത്തു. എന്നിട്ടോ അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ 3 പ്രാവശ്യം ജപിച്ചു. ബ്രാഹ്മണന് കൊടുത്തു. ബ്രാഹ്മണൻ ഭക്ഷിച്ചു. എന്തായി? നാരായണത്തിന്റെ അവസാനത്തെ 3 വാക്ക് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടായി. എന്തെന്നില്ലാത്ത ഉന്മേഷം, എന്തെന്നില്ലാത്ത ഉത്സാഹം. 2 വരിയിലൊരു കവിത എഴുതി. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകലാരോഗ സത്യം സത്യം വദാമ്യഹം. അച്യുതൻ, അനന്തൻ, ഗോവിന്ദൻ
നാമത്രയ ഘോഷം എന്നാ പറയാറുള്ളത്. അപ്പൊ മരുന്നുമാണ് മന്ത്രമാണ്, മന്ത്രമാണ് മരുന്നുമാണ്. വീണ്ടും വില്ലുമംഗലത്തിൽ എടുക്കുന്ന സന്തോഷത്തോടെ അങ്ങ് പറഞ്ഞല്ലോ കുറെ നാൾ കഴിഞ്ഞിട്ട് രോഗം മാറുകയുള്ളൂ എന്ന്. ഞാൻ വില്ലുമംഗലത്ത് ഗുരുവിനമ്മയുടെ അടുക്കൽ ചെന്നു, അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ 3 പ്രാവശ്യം മന്ത്രം ജപിച്ചു, മലര് ഭക്ഷിച്ചു, രോഗം മാറിയെന്ന. വില്ലുമംഗലം എന്താ രാമണ്ണെ അനുഗ്രഹിച്ച് യാത്രയായി. വില്ലുമംഗലം സംശയം പൂലാമണിയിൽ വീണ്ടും ചെന്നു. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ഭഗവാൻ വേഗം വന്നു, ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. ഗുരുവിനമ്മയ്ക്ക് വിശ്വാസം എന്ന 3 അക്ഷരമുണ്ട്, അങ്ങക്ക് വിശ്വാസം ഇല്ല. എന്നോട് ചോദിക്കേണ്ടി വന്നല്ലേ രോഗം മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഗുരുവിനമ്മയ്ക്ക് നല്ല വിശ്വാസം അതല്ലേ എല്ലാം. നമുക്കും ആ വിശ്വാസം വേണം. നാമം ജപിച്ചാൽ മംഗളം ധാരാളം ഉണ്ടാകുന്ന. രാമായണത്തെ കഥ അറിയാം നമുക്കില്ലേ? സേതുബന്ധനം, എന്താ വന്ദനമോ സേതുബന്ധന ഭക്തചന്ദന രഘുനന്ദന. വന്ദനമോ രഘുനന്ദന ഭക്തചന്ദന സേതുബന്ധന. ശ്രീരാമനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ? വാനരന്മാരുടെ സഹായത്തോടെ പാരം പടിക യുദ്ധത്തിന് പോകാനായിട്ട്. വാനരന്മാർ ഭക്തിപൂർവ്വം രാമരാമ 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 ജീവിച്ചുകൊണ്ട് കട്ടിടുക. പോരല്ലോ ശ്രീരാമൻ വന്നു ഹനുമാൻ സ്വാമിയോട് കൂടി. പാലം പണി എന്തായെന്നറിയാൻ ശ്രീരാമൻ ചെയ്തു, ഞാനും 3-4 കല്ലിട്ടേക്കാം, പാലം പണിക്ക് തയ്യാറായിക്കോട്ടെ. ശ്രീരാമൻ 3-4 കല്ലിട്ടു. ആ കല്ല് ഒഴുകിപ്പോയി, അത് താഴ്ന്നു പോയി. ഹനുമാൻ സ്വാമിയോട് ചോദിച്ചു, വാനരന്മാർ കല്ലിട്ടപ്പോ പാലം തയ്യാറായി, ഞാൻ കല്ലിട്ടപ്പോ ഒഴുകിപ്പോയി, എന്താണ്? അത് രാമനാമം ജപിച്ചുകൊണ്ടാ കല്ലിട്ടതേ. അങ്ങ് രാമനാമം ജപിച്ചുകൊണ്ട് കല്ലിടൂ. നോക്കൂ, ഹനുമാന്റെ ഉപദേശം സ്വീകരിച്ചു എന്നാ. രാമരാമ ശ്രീരാമരാമ ജപിച്ചുകൊണ്ട് ശ്രീരാമൻ കല്ലിട്ടു, പാലത്തിന് തയ്യാറായി. നോക്കൂ, ഭഗവാന് പോലും ഭഗവാന്റെ നാമത്തിന്റെ മാഹാത്മ്യം അറിയാൻ പാടില്ലെന്ന. ഇതുപോലെ കഥ വിശ്വാമിത്രൻ ശ്രീരാമന്റെ ഗുരുനാഥന എല്ലാവർക്കും അറിയാം. കൗസല്യ സുപ്രജാരാമ പൂർവ സന്ധ്യാപ്രവർത്തത ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യകം. നാരായണഗൗരം അധ്യായത്തിൽ പറയാറുണ്ട്, പകലത്തെ സമയം 5ആയിട്ട് വിഭജിച്ചേക്കുക. അതിരാവിലെ അറിയാം, നമ്മൾ വിളക്ക് കൊടുത്ത് സന്ധ്യാവനം ചെയ്യിക്കുന്നു, നാമം ചോദിക്കുന്നു, അന്നം എന്ന് പറയും. പിന്നെ 10-11 മണിയാകുമ്പോ പ്രാന്നം എന്ന് പറയും. ഉച്ചയ്ക്ക് മധ്യാഹ്നം. പിന്നെ 3 മണി 4 ആകുമ്പോ അപരാന്നം. സന്ധ്യാസമയത്ത് സായാഹ്നം. ഇങ്ങനെ പകലത്തെ സമയം 5ആയിട്ടാ. അന്നം, പ്രാന്നം, മധ്യാഹ്നം, അപരാന്നം, സായാഹ്നം. ദേവി ഭക്തന്മാർ ഇങ്ങനെയല്ല പറയുക. എന്താ? ശ്രീ ജ്യേഷ്ഠ പാർവതി ദുർഗ ഭദ്രകാളി സരസ്വതി. ദേവി ചൈതന്യമാണ് ലോകം ഭരിക്കുന്ന ദേവി ഭക്തന്മാര്. വെളുപ്പാങ്കാലം 2 മണിക്കാണ് ആരംഭിക്കുന്നത്. അടുത്ത ദിവസം ദേവി ഭക്തന്മാരുടെ കണക്കൂട്ടിലൊക്കെ 2 മണിയാ. 2 മണി തൊട്ട് 4 മണി വരെ സരസ്വതി ദേവിക്ക് പ്രാധാന്യം. ദാമേ മുഹൂർത്തെ ഉത്തിഷ്ഠേൻ. ആയുർവേദം അഷ്ടാംഗഹൃദയം പഠിപ്പിക്കുക. അഷ്ടാംഗഹൃദയം എഴുതിയാലോ വാക്ഭടൻ. നമ്മുടെ വാക്ക് നമ്മളെ രക്ഷിക്കുന്നവനായിരിക്കണം. അതാണ് വാക്ഭടൻ. ഭഗവാന്റെ നിലയിൽ പഠിക്കുന്നത് ശവസ്കൃത 70-ാമത്തെ അധ്യായം. രാമേ മുഹൂർത്തെ വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് എണീക്കണം ഭഗവാൻ. 2 തൊട്ട് 4 മണിക്കൂർ സരസ്വതിയാം. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് വെളുപ്പാങ്കാലത്ത് പഠിക്കുക. ഒരു പ്രാവശ്യം വായിച്ചാൽ വേഗം മനസ്സിലാവും. പ്രകൃതി നിശ്ചലമാണ്, വാഹനങ്ങളുടെ ശല്യം, നായ്ക്കളുടെ ശല്യമൊന്നുമില്ല. അപ്പൊ വെളുപ്പാങ്കാലത്ത് പ്രാധാന്യമുണ്ട്. രാമേ മുഹൂർത്തെ ഉത്തിഷ്ഠ സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷ. അഷ്ടാംഗശ്രയ വാഗ്ഭടനും പറയുന്നു എല്ലാവരും 2 മണിക്ക് എഴുന്നേക്കേണ്ടതാ. എനിക്ക് 3 മണിക്കെങ്കിലും എഴുന്നേക്കണമെന്ന ഭഗവാന്റെ നിലയിൽ വർണ്ണിക്കുന്നുണ്ട്. ഏതായാലും ഇവര് 2 മണി തൊട്ട് 4 മണിക്കൂർ 6 മണിയിൽ വയ്ക്കുക. അത് സരസ്വതിയിലേക്ക് പ്രാധാന്യമുള്ള സമയം. ബ്രഹ്മനദ്യാം സരസ്വത്യം. അറിയാം, ഭഗവാന്റെ ചൈതന്യം കൂടുതൽ നദിയുമാണ് സരസ്വതി നദി. ഇതുപോലെ സരസ്വതിയിലേക്ക് പ്രാധാന്യം, വിദ്യക്ക് പ്രാധാന്യം. വെളുപ്പാങ്കാല സമയം 6 തൊട്ട് 6 ഉദയം തൊട്ട് 4 മണിക്കൂർ നല്ല സമയ. ശ്രീ ഐശ്വര്യദേവത ലക്ഷ്മീദേവിയുടെ വിളയാട്ടം. അത് കഴിഞ്ഞാൽ 4 മണിക്കൂർ. 6 മണിക്ക് സൂര്യനദിക്കാന്ന് വെക്കുക. അത് 10 മണി വരെ മുഹൂർത്തം നോക്കേണ്ട നല്ല സമയ. ഉദയം തൊട്ട് 4 മണിക്കൂർ ലക്ഷ്മീദേവിയുടെ സമയം. ശ്രീ അത് കഴിഞ്ഞാൽ 4 മണിക്കൂർ നല്ലതല്ല. ജ്യേഷ്ഠ എന്ന് പറയും, ശ്രീ ജ്യേഷ്ഠ. പിന്നെ ദുർഗ അറിയാം, ചോറ്റാനിക്ക് മകൻ തൊഴുന്ന ഊണ് കഴിഞ്ഞിട്ടാ തൊഴുന്നത്. ആ ഉച്ചയ്ക്കാണ് പ്രാധാന്യം ദുർഗാ ഭഗവതിക്ക്. പിന്നെ സന്ധ്യാസമയം അറിയാം, ഇത് പാർവതിയിൽ പൂജ കഴിക്കുക.
പിന്നെ എന്താണ് ഭദ്രകാളിയാമം 12 മണി വരെ, പിന്നെ 2 മണി നോക്കൂ, 2 തൊട്ട് വെക്കുക 4 മണിക്കൂർ സരസ്വതിയാമം, 6 തൊട്ട് 10 വരെ മഹാലക്ഷ്മിക്ക് പ്രാധാന്യം, പിന്നെ 4 മണിക്കൂർ എന്താ നല്ലതല്ല ജ്യേഷ്ഠാ ഭഗവതിക്ക്, പിന്നെ ദുർഗാ ഭഗവതിക്ക്, പിന്നെ പാർവതി ദേവിക്ക്, പിന്നെ ഭദ്രകാളി ദേവിക്ക്. വിശ്വഭ്രമണകാരിണ്യേ ഇതമാ എന്ന് ലളിതാസഹസ്രനാമം. എങ്ങനെയായാലും എന്താ അതിരാവിലെ എഴുന്നേക്കണം എന്ന് ഭഗവാനും അതുപോലെ അഷ്ടാംഗ ഹൃദയമൊക്കെ നമ്മളെ പഠിപ്പിക്കുക. ഇവരെ കഥ സൂചിപ്പിച്ചു പോകാൻ നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അരാമിളൻ ആ വാക്ക് തന്നെ ആദ്യം തെറ്റായ രീതിയില. അരാമിന്റെ പെണ്ണാട്. ഉർവശിയുടെ കഥയില് യയാതി മഹാരാജാവിന്റെ കഥയിലൊക്കെ ആടാണ്. ലക്ഷന്റെ കഥയിലുണ്ട് ആടിന്റെ തല വെച്ചു ജീവിച്ചു നാം. അപ്പൊ ലൗകിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന ജീവിതം അജായിവ മേളനം കരോതി ഇത് അജാമിള. ലൗകികങ്ങളുടെ പിന്നാലെ പോകേണ്ടി വന്നു ഒരു അജാമിളന്. അത് പിന്നെ അവസാനം നന്നായി. അഷ്ടോത്തരശതം ഇവിടെ വായിച്ചല്ലോ, കേട്ടല്ലോ. അജോ നിരഞ്ജന കാമജനക കഞ്ചലോചന. മഹാവിഷ്ണുവിനോട് മേളനം ചെയ്തവനായി മറ്റൊരു മഹാവിഷ്ണുവായി മാറി. അപ്പൊ അവസാനം നന്നാവേണ്ടത് ഇവിടെ നഷ്ടസദാചാരോ. അക്ഷരന്മാരെ ബഹുമാനിച്ചു, ഭാര്യയും മക്കളെ സ്നേഹിച്ചു, ബ്രാഹ്മണൻ ചെയ്യേണ്ട എല്ലാ സൽക്കർമ്മങ്ങളും അനുഷ്ഠിച്ചു വന്നു. 4 വഴി ഭാഗവതത്തിന്റെ വിശേഷണ. പക്ഷേ ഇപ്പോൾ ഒറ്റ വാക്കിൽ ഒതുക്കി ധർമ്മപഥാൻ. ധർമ്മപഥാൻ ധർമ്മമായ വഴിയിൽ കൂടി സഞ്ചരിച്ചവനാണ്. അങ്ങനെ നമ്മളും അങ്ങനെയാ വേണ്ടത്. സത്യാത് ന പ്രമതിതവ്യം, ധർമാത് ന പ്രമതിതവ്യം, സത്യം വദ ധർമ്മം ചര. അങ്ങനെ എല്ലാവരുടെയും കണ്ണിലുങ്ങിയായി വളർന്നു വന്നു അജാമിളൻ. പക്ഷെ പരിതസ്ഥിതികളുടെ സമ്മർദ്ദം മൂലം പാപത്തിന്റെ പടുകുഴിയിൽ വീണു പോകേണ്ടി വന്നു. ആ സാധു ബ്രാഹ്മണന് കാട്ടിൽ വെച്ച് ഒരു സുന്ദരിയെ കണ്ടു. ചെറുപ്പക്കാരും മദ്യപാനം തമാശ എനിക്ക് കാണേണ്ട കാര്യമില്ല, തിരിച്ചു പോന്നു. പല പ്രാവശ്യം കാട്ടിലേക്ക് പോകേണ്ടിരുന്ന പൂരക്കുള്ള ക്ഷമത, പൂക്കള് പഴങ്ങള് ശേഖരിക്കുവാനായിട്ട് പലപ്പോൾ ചെന്നപ്പോഴൊക്കെ ഇത് കണ്ടു. മനുഷ്യ മനസ്സിന് പൊതുവെ തിന്മയിലേക്ക് പോകാനാണ് താല്പര്യം. പിൻകാലിന്മേൽ 100 ആന വലിച്ചാലും അങ്ങോട്ടേ തന്നെ പോകൂ. 100 ആന വന്ന് കാലം പിടിച്ചാലും രക്ഷയില്ല. 100 ആനയ്ക്കല്ല കഴിവ്, തിന്മയ്ക്കാണ് കഴിവുന്ന. എന്തിനേറെ പറയുന്നു, കാട്ടിൽ കണ്ട സുന്ദരിയെ വിവാഹം കഴിക്കുന്ന. വല്ലക്കാലം സുഖമായിട്ട് ജീവിച്ചു. 10 കുട്ടികളുണ്ടായി. ആ ഭാര്യയുടെ പേരോ 9 കുട്ടികളുടെ പേരോ പറയുന്നില്ല. ഇളയ കുട്ടിയുടെ മാഹാത്മ്യം 10 മക്കളുള്ളതിൽ വെച്ച് എത്രയും വാത്സല്യമാണു 10ാമത്തെ കുമാരനെ ധാത്രീദേവന്. ഇളയ കുട്ടിയോട് എന്തില്ലാത്ത താല്പര്യം. നാരായണ എന്ന് വിളിച്ചു. നഷ്ട സദാചാരോ, സദാചാരങ്ങൾ ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട നാമം നാരായണ എന്ന നാമം ജപിച്ചു വന്നു. സ്നേഹയത്രിത. അറിയാം, അരി പൊടിക്കുന്നു, ഉഴുന്ന് പൊടിക്കുന്നു, മുളക് പൊടിക്കുന്നു. ഇതൊക്കെ എങ്ങനെ യന്ത്ര, എന്താ മിക്സി എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രൈൻഡർ എന്ന് പറയും. ഇതുപോലെ സ്നേഹയത്രിത. നമ്മൾ ഇന്നും ചില കുട്ടികളില്ലേ, അച്ഛനിക്ക് മൊബൈൽ ഫോൺ മേടിച്ചു തരണം, അച്ഛനിക്ക് സ്കൂട്ടർ മേടിച്ചു തരണം. ഒരു കുട്ടികളുടെ ലാളിച്ച് കൊഞ്ചിച്ചു വളർത്തും. സ്നേഹയന്ത്രിത. സ്നേഹമാകുന്ന യന്ത്രത്തിൽ നമ്മളും അകപ്പെട്ടു പോവാൻ. ഇതുപോലെ ആ നാരായണ കുട്ടിയെ വിളിച്ച് എപ്പോഴും നാരായണ 88 വയസ്സായി. ആ സമയത്ത് കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. പ്രായം എന്ന് പറയുന്നില്ല, 5 വയസ്സൊന്ന് വെക്കുക. അച്ഛൻ ദാഹിക്കുന്ന കുറച്ച് വെള്ളം കൊണ്ടുവരും. നാരായണ അച്ഛനെ വിശക്കുന്ന എന്തെങ്കിലും കൊണ്ടുവരും. എപ്പോഴും നാമം ജപിച്ച് ശീലിച്ചു വന്നു. നോക്കൂ, നഷ്ടസദാചാരോ. കുട്ടിക്കാലത്ത് പോലെ നാമം ജപിച്ചതാ. അതിന്റെ ഫലമായിട്ട് എപ്പോഴും നാമം ജപിച്ചു വന്നു. ഈ സമയത്താണ് തെറ്റുകള്, കുറ്റങ്ങള്, പാപങ്ങള് ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാള്. ഇന്നാണ് മൊബൈൽ ഫോൺ എന്ന് പറയും. ഇല്ലേ, അത് പല പല ആധുനിക യന്ത്രങ്ങളുണ്ട് കണ്ടുപിടിക്കാൻ. ഇത് എന്താ, ധർമ്മരാജാവ്. ദുഷ്ടന്മാരൊക്കെ കാലം എന്ന് പറയുന്നത് ധർമ്മരാജാവാ. അദ്ദേഹം എല്ലാം കണ്ടുപിടിച്ചത്, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ. ആ മരണ സമയം സമാഗതമായി 3 പേരെ പറഞ്ഞയച്ചു. എന്തിനാ 3 പേരെ പറഞ്ഞയച്ചത്? മനസാവാചാ കർമ്മണ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പാപങ്ങളുടെ തെറ്റുകളെ 3 പേരെ പറഞ്ഞയച്ചു. അതാ രാവണൻ എന്ത് ചെയ്തു? പേടിയായിരുന്ന അപ്പൊ ദൂരെ മകൻ കളിക്കുക. ദൂരെ ക്രീഡനകം പുത്രം നാരായണാഹ്വയം പ്ലാവിലേന സ്വരേണുച്ചൈ ആരുഹാവ ആകുലേന്ദ്രിയ. പ്ലാവിലേന 2 അർത്ഥ. ഒരു മാത്ര ഉച്ചരിക്കാൻ ഹ്രസ്വം എന്ന് പറയും. 2 മാത്രമാകുമ്പോ ദീർഘം. അനേകം മാത്രമാകുമ്പോ പ്ലുവം എന്ന് പറയും.
അടുത്തല്ല പതുക്കെ വിളിച്ചാൽ മതി, ദൂരെയാ. അതുകൊണ്ട് പ്ലുതമായിട്ട് വിളിക്കൂ പ്ലാവിതേന. അല്ലെങ്കിൽ 88 വയസ്സായി കുഴയാന്ന് പറയും, ശബ്ദം ശരിക്കും പുറത്തേക്ക് വരുന്നില്ല. പ്ലാവിതേന സ്വരേണോച്ച, ഉറക്ക വിളിച്ചു. എന്തിനാ ഉറക്ക വിളിക്കാൻ കാരണം? നാട്ടിൻപുറാന്ന് വിചാരിക്കുക, നമ്മളെ മിറ്റോ പറമ്പൊക്കെ ഉണ്ടെന്ന് നിൽക്കുക, നമ്മുടെ മിറ്റത്തെ കരിയിലൊക്കെ മാറ്റിക്കൊണ്ട് ദൂരെ ഒരു പാമ്പിനെ കണ്ടു നിൽക്കുക. അപ്പൊ മകൻ ദൂരെയാണെങ്കിൽ എന്ത് പറയും? മകനെ ഇങ്ങോട്ട് വരണ്ടാട്ടോ, പാമ്പുണ്ട്. അതുപോലെ ആയിരിക്കാം, ഞാനോ പേടിച്ചിരിക്കുക, നീ കൂടി ഇങ്ങോട്ട് വരണ്ടാട്ടോ, നീ കൂടി ഇങ്ങോട്ട് വരണ്ടാട്ടോ എന്ന അർത്ഥത്തിലാണോ ദൂരെ കളിക്കുന്ന മകനെ ഉറക്കത്തിൽ ഉച്ചത്തിൽ വിളിച്ചത്? ദൂരെ ക്രീഡനകാസക്തം. പക്ഷെ എന്തായി? ഒറ്റ വീടിക്ക് കാരുണ്യം കാട്ടുകിൽ മുറ്റും മുറ്റും ദേവിപ്പവർക്കെന്ത് അസാധ്യം. മകന്റെ പേരാ വിളിച്ചത്, എല്ലാവർക്കും അറിയാം, രാവണെന്ന് പറയാം, നമുക്കും അറിയാം. പക്ഷെ ഭഗവാന്റെ കാരുണ്യമഴ, ഭഗവാന്റെ അനുഗ്രഹമഴ, ഭഗവാന്റെ സ്നേഹമഴ, ഭഗവാന്റെ വാത്സല്യമഴ എന്നത് എന്നെ ഏതോ ഭക്തം വിളിക്കുന്നുണ്ടല്ലോ. വേഗം 4 പേരെ പറഞ്ഞയച്ചു എന്നാ. എന്താ നാരായണ എന്ന വാക്കിലെ വ്യാകരണം എന്ന് പറയും, ഗ്രാമർ എന്ന് പറയും. ന് അധികം ആ, രേ അധികം ആ, യ അധികം ആ, ന് അധികം ആ, 4 അകാരമുണ്ട്. വിഭൂതി ചോദിച്ചു പറയാ, അക്ഷരാണം അകാരോസ്മി അകാരോവ അസുരേവസ്യാൽ. ആ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാ, ഉ എന്ന് പറഞ്ഞാൽ മഹാദേവന, കു എന്ന് പറഞ്ഞാൽ ഭൂമിയ, ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവന, മ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയ. അപ്പൊ സംസ്കൃത ഭാഷയുടെ സമ്പത്തൊന്ന് വേറെ. ഏതായാലും ഭഗവാൻ 4 പേരെ പറഞ്ഞയച്ചു എന്നാ. ഈ സമയത്ത് അരാവളം ഭാഗ്യവാന, അരാവളം ഭാഗ്യവാന, അരാവളം ഭാഗ്യവാന. പേര് സ്വപ്നം കണ്ടാൽ തന്നെ നമുക്ക് ശബ്ദം പുറത്തേക്ക് വരില്ല. 3 ഭീകരന്മാരെ ഭയപ്പെടുത്തുന്നവരെ കണ്ടപ്പോൾ നാവ് പൊങ്ങിയില്ലേ? നാവൂകുഴരാതനാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണാഹരെ. അപ്പൊ നമുക്ക് ആത്യന്തികമായ ലക്ഷ്യം അതാ വേണ്ടത്. നാരായണനാമം ജപിക്കാൻ സാധിക്കണം. ഭീഷ്മർക്ക് സാധിച്ചു. അന്തേ നാരായണ സ്മൃതി, അന്തേ നാരായണ ദർശനം, അന്തേ നാരായണ കീർത്തനം. 3 ഭീഷ്മർക്ക് സാധിച്ചു. ഇതുപോലെ നമുക്ക് സാധിക്കണം. ഏതായാലും 4 പേര് വന്നു. അപ്പത്തെ യമധർമ്മ മഹാരാജന്റെ ഭൃത്യന്മാരെ കയറുകൊണ്ട് കെട്ടിക്കൊണ്ടുപോകാൻ ഭാവിച്ചു. അവർ തറഞ്ഞു എന്നാ. അപ്പൊ അവര് പാപങ്ങളെയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ഭവന്തു പാപാനി, ആയിക്കോട്ടെ, തെറ്റുകൾ ചെയ്തു ഞങ്ങൾ സമ്മതിച്ചു, പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. അറിയാതെ കറണ്ട് അറിയാതെ കൈവച്ചു, അറിഞ്ഞു കൈവയ്ക്കൂ, ഷോക്കടിക്കും. വിളക്ക് അറിഞ്ഞു കൈവയ്ക്കൂ, അറിയാതെ കൈവയ്ക്കൂ, എന്താ പൊള്ളലെ അനുഭവപ്പെടും. സാങ്കേത്യം പരിഹാസ്യം സോമം ഹേളനമേവച വൈകുണ്ഠ നാമഗ്രഹണം അശേഷ അഗഹരം. ഇത് എങ്ങനെയാണെങ്കിലും നാമം ജപിച്ചാൽ മതി എന്നാ ഭഗവാനുമായി കണക്കാക്കി. ഇതല്ലേ കഥ. അവരെങ്ങനെയാ വന്നത് 4 പേര്? അത് 3-ാമത്തെ അധ്യായത്തില. അത് നമ്മൾ കണക്കാക്കണേ. മാ ഭൈ മാ ഭൈ ഇത്യാരയുദ്ധം. പേടിച്ചിരിക്കുന്ന ആളെ സമാധാനിപ്പിക്കണ്ടേ? പേടിക്കണ്ടാട്ടോ, പേടിക്കണ്ടാട്ടോ, പേടിക്കണ്ടാട്ടോ. അതാണ് നല്ല കാര്യം. അത് 3-ാമത്തെ അധ്യായത്തില. പേടിക്കണ്ടാട്ടോ, പേടിക്കണ്ടാട്ടോ സമാധാന വാക്ക് പറഞ്ഞുകൊണ്ട് 4 പേര് അവിടെ വന്നു. അരാമനെ ധർമ്മരാജാവിന്റെ കിങ്കന്മാരൊന്നും മോചിപ്പിച്ചു. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ രാജാവിനോട് പോയി ചോദിക്കൂ. അവര് നിരാശരായി യമകന്മാര് യമലോകത്തിൽ നിന്ന. ഇനി അരാമണന്റെ കഥയോ ഒന്ന് ചിന്തിച്ചു. മരിച്ചു പോകേണ്ടതായിരുന്നു. അതാ മൃത്യോർമ്മ അമൃതംഗമയ, മൃത്യോർമ്മ അമൃതംഗമയ. ആദ്യത്തെ ഭാഗവത രാമായണ. ഭഗവാനെ സംബന്ധിക്കുന്നത്, ഭക്തനെ സംബന്ധിക്കുന്നത്, ഭക്തിയെ സംബന്ധിക്കുന്നത് ഭാഗവതം. ആദ്യത്തെ ഭാഗവതം രാമായണ. അസതോമ സപ്തമയ, തിന്മയിന്ന് നന്മയിലേക്ക് നയിക്കണം. രാവണനെ പോലെ ആവരുത്, ശ്രീരാമനെ പോലെ ആവണം. ശൂർപ്പണയെ പോലെ ആവരുത്, ഊർമിളയെ പോലെ ആവണം. അത് കഴിഞ്ഞാലോ തമസോമാ ജ്യോതിർഗമയ, 2-ാമത്തെ ആപ്തവാക്യ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് മഹാഭാരതം, ഭഗവത്ഗീത, വിതുരവാക്യം. 3-ാമത്തെ ഭാഗവതം നമ്മുടെ കയ്യിലുള്ള ഭാഗവതം, ശ്രീമദ് ഭാഗവതം. മൃത്യോർമ്മ അമൃതംഗമയ, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നമ്മളെ നയിക്കുന്നു. രാജാമളെ മരിച്ചു കൊണ്ടതല്ലായിരുന്നു സന്താനോപാരം കഥ. ഒരു കുട്ടിയെ രക്ഷിച്ചു കൊടുക്കാതെ പറഞ്ഞുള്ളൂ. മഹാദേവന്റെ അനുഗ്രഹം. അർജുൻ ആദ്യം നമസ്കൃത്യ മഹേശ്വരം. രാമയത്തിൽ നിന്ന് ആദ്യം ചെയ്തത് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണയതാരം പ്രണതോസ്മി സദാശിവം. മഹാദേവനെ നമസ്കരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ശ്രീകൃഷ്ണനെ രക്ഷയ്ക്ക് വന്നത്. ഒരു നാണയത്തിന്റെ 2 വശങ്ങളിലായിട്ട് മഹാദേവനും അതുപോലെ മഹാവിഷ്ണുവും. ഭാഗവത അവസാനം വായിക്കുമല്ലോ,
14 ലോകങ്ങളിൽ ഏറ്റവും മഹാത്മ്യമുള്ള ക്ഷേത്രം ഏതാ? ഒറ്റ ഉത്തരവേ ഉള്ളൂ, കാശി ഹി അനുത്തമ. മഹാദേവന്റെ സാന്നിധ്യം കാശിക്ക് പകരം ഉത്തമം, അനുത്തമ. പകരം വെക്കാനൊന്നുമില്ല. നോക്കൂ, ശ്രീമദ് ഭാഗവതം അനുസരിച്ച് തിരുപ്പതി എന്നോ ഗുരുവായൂരിക്കാ പറയേണ്ടതേ. നോക്കൂ, മറ്റുള്ളവരെ ബഹുമാനിക്കുക, അതാണ് ഭാഗവത സംസ്കാരം. അപ്പൊ ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായത് ഇണ്ടർവതം ഉണ്ടാവതല്ല മമ പണ്ടേ കണക്കു വരുവാൻ നിൻ കൃപാവരികൾ ഉണ്ടാകെങ്കരിക നാരായണായ നമഃ. അപ്പൊ എല്ലാ ദേവന്മാരെയും ഒരുപോലെ ബഹുമാനിക്കണമെന്ന പാഠം ദക്ഷനും പഠിച്ചു. ഇവിടെ എന്തായി? അരാമനെ വിചാരിക്കുക, പരനാരികളെ പുണർന്നവൻ, പരതാരങ്ങളെ ആസ്വദിച്ചവൻ, പരപീഡനം ആത്മീലയായി പരിശീലിച്ച പരസ്വഹാരിനൻ. തെറ്റായ കാര്യങ്ങളെ, ദോഷം ചെയ്യുന്ന കാര്യങ്ങളെ, പാപങ്ങൾ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. ദന്ത്യക്ഷ കൈതവച്ചൗരി ഗർഭീരാപക്ഷ്യമാപ്സിത. അല്ലേ? എല്ലാ തരത്തിലും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്റെ മകനെ ഞാൻ വിളിച്ചു പേടിയോടുകൂടി. എന്നിട്ടും ഭഗവാന്റെ നിനാമമാണെന്ന് ഭഗവാൻ വിചാരിച്ചു. ഭഗവാൻ കാരുണ്യം ആവഞ്ഞുതേ. ജയദേവൻ എങ്ങനെയാ പറയാ? ഭഗവാന്റെ പേരെന്താ? കാരുണ്യം. വേറൊന്നും പറയാനില്ല. കാരുണ്യം ആവഞ്ഞുതേ. മരിക്കാൻ കിടന്ന അരാമണന് പൂർവാധികവും ഉന്മേഷത്തോടെ ഉണർവോടെ ഗംഗാതീരത്തിൽ നിന്നു വളരെ കാലം രാവിലെ നാരായണൻ നിൽക്കുക. ഗംഗാതി കുടിച്ച മഹാദേവനെ, കാശി വിശ്വനാഥനെ ആരാധിക്കും. ചോദിക്കുന്ന കേട്ട വൈകുന്നേരം നമശിവായിരിക്കുക, നാരായണീരിക്കുക, നമശിവായിരിക്കുക, നാരായണീരിക്കുക, നമശിവായിരിക്കുക, നാരായണീരിക്കുക, നമശിവായിരിക്കുക, രാമനാമം ജപിക്കുക. ഇങ്ങനെ നാമം ജപിച്ച് ശിഷ്ടം ജീവിതം ധന്യമാക്കി ഭഗവാന്റെ കാരുണ്യമഴ വീണ്ടും 4 പേരെ പങ്കെടുത്തു. വൈകുണ്ഠത്തിൽ കൂട്ടിക്കൊണ്ടുപോരാനായിട്ട് ഭഗവാന്റെ വേഷത്തിൽ 4 പാർഷദന്മാർ വന്നു. എന്താ വന്നത്? അങ്ങയെ വൈകുണ്ഠലോകത്തിൽ കൂട്ടിക്കൊണ്ടുപോകാനാ. വിമാനമുണ്ട്. നോക്കൂ, ഇന്നും റഷ്യയിലോ അമേരിക്കയിലോ ലോകത്തിലോ ഒന്നുമില്ല സ്വർണം കൊണ്ടുള്ള വിമാനം. ഭാഗവതത്തിൽ മാത്രമേ ഉള്ളൂ. പുരാ അഭിനവം എന്നും പുതുമ തോന്നിക്കുന്ന കഥ ഭാഗവതത്തിൽ മാത്രമേ ഉള്ളൂ. ഹൈമം വിമാനം ആരോഗ്യ പ്രത്യേകിച്ച് പറഞ്ഞു. സ്വർണം കൊണ്ടുള്ള വിമാനം വന്നു. വിമാനത്തുകാരത്തെ വരട്ടെ. എന്താ വരട്ടെ? നമുക്കൊക്കെ ഓരോ ദിവസം, പ്രത്യേകിച്ച് സ്ത്രീകള് എത്രയോ പ്രാവശ്യം വേഷം മാറുന്നു. അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു വേഷം, അമ്പലത്തിന് പോകുമ്പോൾ വേറൊരു വേഷം, കല്യാണത്തിന് പോകുമ്പോൾ വേറൊരു വേഷം, ഭാഗവതം വായിക്കുമ്പോൾ വേറൊരു വേഷം, എത്രയോ സമയം വേഷം മാറുന്നു. ഭഗവാന്റെ ലോകത്തിലേക്ക് ഈ വേഷം പാടില്ല. ഭൗതികമായ ആ ശരീരം ഗംഗാധർ ഉപേക്ഷിക്കൂ. ഭഗവാന്റെ അതേ രൂപം അരാമളിന് കൊടുത്തു. അതോ നിരഞ്ജന കാമജനക കഞ്ചലോചന. നോക്കൂ, സ്വർണം കൊണ്ടുള്ള വിമാനത്തിൽ കയറ്റി ഭഗവാന്റെ പാർഷദന്മാരെ അരാമിളിനെ വൈകുണ്ഠ ലോകത്തിൽ കൊണ്ടുപോയി. അവസാനം പറയാ, അരാമിളോഭി. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളുടെ അരാമിളൻ പോലും നാമഞ്ജപം കൊണ്ട് നന്മ ലഭിച്ചവനായി വൈകുണ്ഠലോകം. കിംപുന ശ്രദ്ധയാകണൻ, കിംപുന ശ്രദ്ധയാകണൻ, കിംപുന ശ്രദ്ധയാകണൻ. പ്രത്യേകിച്ച് പുത്രനെ വിളിച്ചതാ. പക്ഷേ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ ഒറ്റ വീടിക്ക് എത്ര കാരുണ്യം കാട്ടുകിൽ മൃത്യും ദേവിപ്പവർക്കെന്താ സാധ്യം. കരളുതുകി വിളിക്കുകിൽ കാരുണ്യവാൻ ഹരി കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളമാറിയും. നമ്മളാണ് കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളമാരെയും. കരളുതുകി വിളിക്കുകിൽ കാരുണ്യവാൻ ഹരി കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളമാരെയും. രാമന്റെ അടുക്കൽ നിന്ന് പോയ ആ യമദൂതന്മാർ എന്ത് ചെയ്തു? യമധർമ്മരാജാവിന്റെ അടുക്കൽ പോയി, എന്താ വേണ്ടത്? ഞങ്ങൾ ആ രാവണനെ കൊണ്ടുവരാനായിട്ടു. അവിടെ 4 വിദ്വാൻമാർ പറഞ്ഞു, ഭഗവാന്റെ നിനാദത്തിന്റെ മാഹാത്മ്യമൊക്കെ ഞങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. എന്താ ഇനി ഞങ്ങളെ ആരെയാ കൊണ്ടുവന്നിട്ടേ പറയൂ. പക്ഷേ ആലോചിച്ചു, എനിക്ക് ആ തെറ്റുപറ്റി. നമ്മൾ സമ്മതിക്കൂ, എനിക്ക് തെറ്റുപറ്റി. എന്താ അത്? ഇന്ന് PSC പരീക്ഷ നിൽക്കുക, ധാരാളം പേര് പരീക്ഷ എഴുതാൻ പോകും. ജോലി കിട്ടുന്നത് കുറച്ചു പേർക്കാ. ഇതുപോലെ ഭഗവാന്റെ നാമോച്ചാരണ മാഹാത്മ്യമാകുന്ന പരീക്ഷ ധാരാളം പേര് പോയിന്ന അഹം മഹേന്ദ്രോ നിർത്തി അഷ്ടദിക്പാലന്മാര് 10 ജനങ്ങൾ ധാരാളം പേര് പോയി. പരീക്ഷയിൽ പാസ്സായവര് 12 പേരാ. സ്വയംഭൂ, നാരദ, ശംഭു, കുമാര, കപിലോമനു, പ്രഹ്ലാദോ, ജനകോഭീഷോ, ബലി, വൈയാസികി, പിന്നെ വയം. നമ്മളെ കഷ്ടിച്ചു പാസ്സായി. 140 മാർക്കേ കിട്ടിയുള്ളൂ. മറ്റവർക്കൊക്കെ റാങ്ക് മാർക്കാ. സ്വയംഭൂ ബ്രഹ്മദേവൻ, നാരദ മഹർഷി, മഹാദേവൻ,
സനകാദി യോഗീശ്വരന്മാര്, സുബ്രഹ്മണ്യ സ്വാമി, കുമാര, രണ്ടുപേർക്കും പറയാം. സുബ്രഹ്മണ്യ സ്വാമി എന്നും പറയാം. ആ 4 പേരില് സനകുമാരന്, സനകാദി യോഗീശ്വരന്മാര്, പ്രഹ്ലാദന്, അതുപോലെ മഹാബലിക്ക്, വയ്യാസിക്ക് കഥ പാടിക്കൊടുക്കുന്ന ശീശുബ്രഹ്മഷ്കറിയാൻ എനിക്ക് കഷ്ടിച്ച് പാസ്സായി, വയം അവസാനേ പറയുന്നുള്ളൂ. അപ്പൊ ആരെയാണ് ഞങ്ങൾ കൊണ്ടുവരേണ്ടത്? അപ്പൊ പറഞ്ഞു, ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ നമസ്കരിക്കാത്തവരുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ വിചാരിക്കാത്തവരുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ തിരുനാമം ജപിക്കാത്തവരുണ്ടോ? ഒന്നൂ തിരു മുമ്പിൽ വന്നു നമിക്കിടോ, ഒന്നൂ തിരു നാമ കീർത്തനം ചെയ്കിടോ, ഒന്നു ഭഗവാന്റെ സഷ്കഥ കേൾക്കിടോ, ഒന്നു ഹരിപാദ പത്മം സ്മരിക്കിടോ, അന്നങ്ങവനുടെ ദുഃഖങ്ങളൊക്കെയും തീർന്നു പരിപൂർണ സൗഖ്യം ലഭിച്ചിടും. നോക്കൂ, ഇത് കൂടെ എളുപ്പവഴി എന്താ? ഭഗവാനെ വിചാരിക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാനെ മനസ്സിൽ കാണുക. അതേ നമുക്ക് പറ്റൂല. എന്നും ഗുരുവായൂരമ്പലത്തിൽ പോകാൻ പറ്റൂ, എന്നും പഴനിക്ക് പോകാൻ പറ്റൂ, എന്നും ചോട്ടാനിക്ക് പോകാൻ പറ്റൂ, എന്നും കാശിക്ക് പോകാൻ പറ്റൂ? ഇല്ല. അപ്പൊ എന്ത് വേണം? മനോമയി. ഉദ്ധവന് കൊടുക്കുന്ന ഉപദേശമുണ്ട്, ഇല്ലേ? ശൈലിയിൽ ആരുമയി ലൗഹി ലേഖ്യാലേത്യാഗതി മനോമയി മണിമയി പ്രതിമ അഷ്ടവിധാത എന്നും ശ്രീകൃഷ്ണ പദോപാസനം അഭയതമം വിഷ്ണു കർമാണി സംപശ്യത മനസ്സി സദാ. നാരായണന്റെ ആത്മവാക്യങ്ങളിലൊന്ന വിഷ്ണു കർമാണി സംപശ്യത മനസ്സി സദാ. എപ്പോഴും ഭഗവാന്റെ പാദങ്ങള്, ഭഗവാന്റെ കഥകള് വിചാരിക്കുക. അത്രയും അവസാനം പറഞ്ഞിട്ടേ നിത്യം ചിത്തസ്ഥിരമേ ഭവനപുരപദേ കൃഷ്ണ എന്നും ഭഗവാന്റെ കിങ്കിണി കിണി കിണിരപദൈ അങ്കണഭൂമി സദാനന്ദം കുങ്കുള കുളപദയുകുളം കങ്കണഭൂഷം ഹരിമന്ത് നിത്യം ചിത്തസ്ഥിരമേ. പൂന്താനം മലയാളത്തിൽ പാടി. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ. വേറൊരു കവിയും പാടി മലയാളത്തില്, ഹൃദയം ദേവാലയം ചിന്തകൾ സപ്പാഹം ചൊല്ലാറുണ്ട് അവിടെ. സപ്പാഹ 7 ദിവസമല്ല, ഭഗവാന്റെ അടുക്കിലേക്ക് പോകുന്ന സമയം വരെ ഇതെന്നും ഭഗവാന്റെ ചിന്തകൾ ഉണ്ടാവണേ, ഭഗവാന്റെ നാമം ചൊരിക്കാൻ സാധിക്കണേ. നോക്കൂ, അതുകൊണ്ട് ഭക്തന്മാരുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകരുത്. സ്വകീയ ഭക്തൻ ആശിഷിഷ്ടത് ഉച്ചകൈ സദേവ പാതാലയനാഥ പാഹിമ. തന്റെ കിങ്കന്മാരെ താക്കീത് ചെയ്യുന്ന. അപ്പൊ എന്താ ഇതിന്റെ സാരാംശം? എന്താ? ഒരു പ്രാവശ്യം നാമം ജപിച്ചാൽ അതുപോലെയുള്ള പാപങ്ങളൊക്കെ മാറും. പിന്നെ എല്ലാ മംഗളങ്ങളും എല്ലാ നന്മകളും ലഭിക്കും എന്ന് കാണുക. അങ്ങനെ 335 അധ്യായങ്ങൾ ഭാഗവതത്തിലെ കൂട്ടു സംഖ്യ നോക്കൂ. 3 ഉം 3 ഉം 6 ഉം 5 ഉം 11. വ്യാഴം 11-ൽ വന്നാൽ വിഷ്ണുപ്രീതി, മംഗളം, എല്ലാ നന്മകളും ലഭിക്കുന്നു. മഹാവിഷ്ണുന്റെ അനുഗ്രഹം. ഇതൊക്കെ ഞാനല്ല, ഭാഗവത ദശമസ്കന്ധം 11-ാമത്തെ അധ്യായം. ഒരു പഴക്കച്ചവടക്കാരുടെ കഥയുണ്ട്. പഴം വേണോ കിടാവിന് നന്നായി മധുരിപ്പതാം. 11-ാമത്തെ ദശമസ്കന്ധം 11-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകം. പഴക്കച്ചവടക്കാര് ഉണ്ണികൃഷ്ണന്റെ അടുക്കൽ വന്നു. ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ പഴം വെച്ചു കൊടുത്തു. തിരിച്ചു ഏതാനും ധാന്യമണികൾ കൊടുത്തു. എന്തായി? ഫലേരഭൂരയല്ലം ഫലഭാണ്ഡമപൂരിജ. അവർക്ക് ആയുരാരോഗ്യ സൗഖ്യവും ധാരാളം സമ്പത്തും നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു. നോക്കൂ, വഴിപാട് കഴിക്കാൻ പിശുക്ക് കാണിച്ചിരുന്ന 2 പഴം ഭഗവാൻ കൊടുത്തു. ഭഗവാൻ ധാരാളം സമ്പത്തും ആയുരാരോഗ്യ സൗഖ്യം കൊടുത്തു. നോക്കൂ, വ്യാഴം 11-ൽ വരുന്നു. ആ ദശമസ്കന്ധം 11-ാമത്തെ അധ്യായത്തില് 11-ാമത്തെ ശ്ലോകത്തില് അൻപാടിയിലേക്ക് ഒരു ദീപാരാധന. പൂജ കഴിഞ്ഞാൽ അതുകൊണ്ട് ദീപാരാധന. അൻപാടിയ ലീല കൊല്ലാൻ വന്ന പൂതന ശകടാസും പിണാവസനൊക്കെ മോക്ഷം കൊടുത്തു. അൻപാടിയ ലീലയ്ക്ക് ഒരു ദീപാരാധന. നോക്കൂ, അവസാനം നന്നാവണം. നമ്മുടെ അവസാനം നന്നാവണം. പ്രായമായാലും എന്താ വിചാരിക്കേണ്ടത്? അനായാസേന മരണം വിനാദൈന്യേന ജീവനം ദേഹിമേ കൃപയാ സിന്ധു ത്വയി ഭക്തി അചഞ്ചല. രാത്രി ഉറങ്ങാൻ കിടക്ക, രാവിലെ എഴുന്നേക്കരുത്. ഏറ്റവും സുഖകരമായിട്ടുള്ള മരണം അതാണ് പ്രായമായവര് പ്രാർത്ഥിക്കേണ്ടത്. അതാ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഇന്നെന്നല്ല നാളെ എന്നല്ല, എപ്പോഴും ഭഗവാൻ തുഞ്ചത്തെഴുത്തച്ഛൻ പറയാം, പല്ല് തേച്ചില്ല കുടിച്ചില്ല നാരായണ ഇരിക്കാന്ന. ഇതുപോലെ എളുപ്പവഴി എന്താ വേണ്ടത്? നമ്മളങ്ങനെയല്ല, പല്ല് തേച്ചില്ല കുടിച്ചില്ല അമ്പലത്തിൽ പോയില്ല, അങ്ങനെയല്ല. നാരായണ ദേഹത്തിന് ശുദ്ധി നോക്കണ്ട. അഭിഗാത്രാണി ശുദ്ധി മന സത്യേന ശുദ്ധി. പുഴയിൽ പോയി കുളിച്ചാൽ പുണ്യാഹം കഴിച്ചാൽ ശരീരത്തിന് ശുദ്ധിയുള്ളൂ. മനസ്സിന് ശുദ്ധി വേണമെങ്കിലേ നാമം ജപിക്കണം. അഭിഗാത്രാണി ശുദ്ധി മന സത്യേന ശുദ്ധി. മനഃശുദ്ധമാണെങ്കിൽ ഭഗവാന്റെ തിരുരൂപം മനസ്സിന് കാണുവാൻ സാധിക്കണം. അപ്പൊ എന്താ? ശിഷ്ട ജീവിതം ഭാവി ഭാസുരമാവണം. ഇല്ലേ?
അതിനെന്താ വേണ്ടത്? ഒരേ വഴിയുള്ളൂ. ഇതം ഭാഗവതം നാമപുരാണം, ഇതം ഭാഗവതം നാമപുരാണം, ഇതം ഭാഗവതം നാമപുരാണം. അല്ലെങ്കിലോ ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം, അങ്ങനെയും വ്യാഖ്യാനിക്കും. ഭാഗവതം എന്ന് പേരുള്ള ഈ വിശിഷ്ട ഗ്രന്ഥം ശ്രീകൃഷ്ണ ഈശ്വരന് തുല്യമാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. അപ്പൊ എല്ലാ ഭഗവാനെ വന്ദിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം, എന്നാൽ രണ്ടു സ്ഥലത്ത് സത്രവെപ്പ് ഭഗവാനെ നമസ്കരിക്കുക, ജനങ്ങളെ നമസ്കരിക്കുക ചെയ്ത് വേണം. പത്മപുരാണത്തിലേതാ എന്താ? സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ഭഗവാനെ നമസ്കരിച്ചാലും ഭഗവാൻ ക്ഷമിച്ചോളും. ഭക്തജനങ്ങളെ നമസ്കരിക്കുക വേണ്ടതേ, ഭക്തജനങ്ങളെ നമസ്കരിക്കുക വേണ്ടേ. സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ഭാഗവതിലെ എല്ലാ കഥകളും അങ്ങനെയാ. നരസിംഹമൂർത്തിയെ ശാന്തതാക്കാൻ ആർക്കും സാധിച്ചത്? ബ്രഹ്മദേവനോ മഹാലക്ഷ്മിക്കോ ആർക്ക് സാധിച്ചത്? പ്രഹ്ലാദനെ സാധിച്ചുള്ളൂ. ദുർവാസാവിനെ രക്ഷിക്കാൻ മഹാവിഷ്ണുവോ മഹാദേവനോ ബ്രഹ്മദേവനോ സാധിച്ചുള്ള ഭക്തനായ അംബരീഷനെ സാധിച്ചുള്ളൂ. അപ്പൊ ഭഗവാനേക്കാൾ കഴിവ് ഭഗവാൻ ഭക്തഭക്തിമാൻ, ഭഗവാൻ ഭക്തഭക്തിമാൻ. നാമം ജപിക്കുക, കർമ്മം ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കുക ഭക്തൻ എന്ന് പറയും. പക്ഷെ ഭഗവാന് ഭക്തിയുണ്ട്. ആരോട്? ഭക്തനോട്. അപ്പൊ 86-ാമത്തെ അധ്യായം ദശാവസാനം കൊണ്ട് ഭഗവാൻ ഭക്തഭക്തിമാൻ. ഭഗവാൻ നമ്മളോട് ഭക്തി ഉണ്ടെന്നാ. നോക്കൂ, അത്രയൊന്നും നമുക്ക് വിചാരിക്കണ്ട. നാരായണന്റെ അവസാനത്തെ 3 വാക്ക് ആയുരാരോഗ്യ സൗഖ്യം, ആയുരാരോഗ്യ സൗഖ്യം, ആയുരാരോഗ്യസഖം. മഹാബലിയോട് ഭഗവാൻ പറഞ്ഞില്ലേ, രക്ഷിഷേ സർവദോഹന്തേ താനുഗന്ധ പരിച്ഛേദം, അങ്ങേയും അങ്ങനെ കുടുംബാംഗങ്ങളെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം. മഹാബലിയോട് ഭഗവാൻ വാക്ക് കൊടുത്തു. ഇതുപോലെ നമ്മളോടും ഭഗവാൻ വാക്ക് പറയണം. അതിന് മഹാബലിയെ പോലെ ഭക്തി നമുക്ക് ഉണ്ടാവണം എന്നർത്ഥം. അപ്പൊ എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ എല്ലാവരുടെയും കണ്ണിരുണ്ണിയായി മാറിയ വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദേ. എനിക്കങ്ങനെ വിശേഷിപ്പിക്കാനുള്ളൂ. ശങ്കരനാരായണൻ നമ്പൂതിരി മനു എന്നോട് ആത്മാർത്ഥത 100-ൽ 100 കവിഞ്ഞ്, അതേ പറയാൻ പറ്റുള്ളൂ. എത്രയാന്ന് കൃത്യസംഖ്യ ഇല്ല. 100-ൽ 100 കവിഞ്ഞ്. പണ്ടങ്ങനെ പതുകൊണ്ട് ഏതെങ്കിലും ഒരു ചോദ്യം, 2 ചോദ്യം ഇംഗ്ലീഷ് ഓൺ എന്ന് പറയും, അറിയാതെ 2 ചോദിച്ചപ്പം 6 മാർക്ക് ചെയ്യുമ്പോ 100, 110 അപ്പൊ ഒരു ഓർ കണക്കാക്കിയില്ല എന്ന് പോലെ എന്നോട് എന്തെന്നില്ലാത്ത വാത്സല്യ സ്നേഹവും ബഹുമാനമുള്ള നമ്മുടെ എല്ലാവരുടെയും കണ്ണിരുണ്ണിയായ ശങ്കരനാരായണൻ നമ്പൂതിരിയെ, അതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛനും ഗുരുനാഥനുമായ ബ്രാഹ്മണശേഷനെ, അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ ശൈലേഷ് നമ്പൂതിരി, ഇതൊക്കെ എന്നും ഞാൻ അവരെ വിചാരിക്കാറുണ്ട്. എന്റെ എല്ലാ നന്മയ്ക്കും ഇവരൊക്കെ കൂട്ടു നിന്നവരാണ്. ഇല്ലേ, ഉപകാര സ്മരണ, ഇല്ലേ, സ്നേഹം, പ്രത്യുപകാരം ചെയ്യാനൊന്നുമില്ല. ആ ഭഗവാന്റെ ആ കടാക്ഷം അദ്ദേഹത്തിന് ഇനിയും ഇനിയും ഉത്തരോത്തരം ഉണ്ടാവട്ടെ. സജ്ജനങ്ങളുടെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ നല്ല കാര്യത്തിന് അയം ഹി പരമോ ലാഭ. മഹാദേവൻ പറയുന്നു, സുധാമാവ് പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. ആ കർഹീതത്യായ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട് അയം ഹി പരമോ ലാഭ. സുധാമാവ് പറയുന്നു അയം ഹി പരമോ ലാഭ. മാർക്കണ്ഡേയനെ കാണുന്നു ഭാഗ്യമാണെന്ന് മഹാദേവനും പറയുന്നു അയം ഹി പരമോ ലാഭ. അതുപോലെയൊന്നും അല്ലെങ്കിൽ ഞാനും പറയുന്നു അയം ഹി പരമോ ലാഭ. ഭഗവാന്റെ കഥ വിചാരിക്കാനും അനുസ്മരിക്കാനും എന്തൊക്കെയോ പറയാനും അജ്ഞാത്വാദേ മഹത്വം ഇങ്ങനത്തെ പറയാനുള്ളൂ. എന്തൊക്കെയോ പറഞ്ഞു. അത് ഭഗവാനും ഭക്തജനങ്ങളും ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഉത്തരോത്തരം ശാന്തി, സമാധാനം, സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നമസ്കരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ 3-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം നാളെ വായിക്കുന്ന കഥയുടെ ആമുഖ. ഇതിഹാസം ഗുഹ്യം ഭഗവാൻ കുംഭസംഭവ കഥയാമാസക മലയ ആസീനോ ഹരിമർച്ചയൻ. അഗസ്ത്യ മഹർഷി തന്റെ ശിഷ്യനായ ഇന്ദ്രദ്യുമ്നനെ എന്നും ഈ കഥ, അരാവണന്റെ കഥ, നാരായണനാമത്തിന്റെ മാഹാത്മ്യം പാടിക്കേൽപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ആനയായപ്പോഴും നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. പണ്ടു പാണ്ഡ്യമം രാജ്യത്തീതിന്ദ്രദ്യുമ്നൊരു ഭൂമിവൻ ഉണ്ടായെന്നവൻ കണ്ടതൊക്കെയും കൊണ്ടൽ വർണ്ണന്റെ മായകൾ. അപ്പൊ വിഷ്ണുഭക്തനായിരുന്ന അഗസ്ത്യ മഹർഷി വിഷ്ണുഭക്തനായ ഇന്ദ്രദ്യുമ്നനെ അനുഗ്രഹിച്ച കഥയുടെ ആമുഖം കൂടി ആ 3-ാമത്തെ അധ്യായത്തിന്റെ അവസാനം
ഇതിഹാസം നോക്കൂ, രാമായണം പോലെ മഹാഭാരതം പോലെ പ്രാധാന്യമുള്ള കഥയാണ് അജാമിളന്റെ കഥ. നാരായണനാമത്തിന്റെ മാഹാത്മ്യം ഗുഹ്യം രഹസ്യമാണ്. നാമം ജപിച്ചാൽ നന്മയുണ്ടാവും, മോക്ഷം കിട്ടും. കഥയാമാസം മലയപർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ദ്രജിമ്നന് അഗസ്ത്യ മഹർഷി എന്നും ഈ കഥ പാടിക്കേൾപ്പിക്കാറുണ്ട്. നമ്മളോടും പറയുന്നു നാരായണ ജപിക്കൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ സമരമായതിനാരിനി നാം സഖേ സരസമി പരിപാടി നിറുത്തിടാം. ഇനിയൊരിക്കലിതേ വഴി നിങ്ങളൻ സവിധം ഈ വിധം ഈവനെത്തോൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത്രയും നേരം നമുക്ക് ആ ഭാഗവതത്തിന്റെ എല്ലാ മർമ്മ രസങ്ങളും പറഞ്ഞു തന്ന ഗോവിന്ദേട്ടൻ. അതിലുപരി നമുക്ക് പറയാനുള്ള എന്താ ശരിക്കും അല്ലേ? ഒരു എന്താ പറയുന്നില്ല, അരമണിക്കൂർ എവിടെയായിരുന്നു നമ്മളെന്ന് നമുക്ക് തന്നെ അറിയില്ലാത്തൊരവസ്ഥ. ഭാഗവതം മൂർത്തീകരിച്ചു വന്നിരിക്കുകയാണോ? എന്തൊക്കെയോ വലിയൊരു ഭാഗ്യം നമുക്ക് ഉണ്ട്. അതാണ് നമ്മൾ എന്നും രാവിലെയും വൈകിട്ടും നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു മൂർത്തിയാണ് ശരിക്കും. ഇത് നേരിട്ട് കാണാം. ഇതാണ് ഭാഗവതം എന്നുള്ളത് അല്ലേ? എപ്പോ വിളിച്ചു പറഞ്ഞാലും അതിനൊരു മടിയില്ലാതെ, എത്ര ലാളിത്യം, ആ വിനയത്തോടു കൂടി നമ്മളെല്ലാം സ്വന്തമാണെന്നുള്ള രീതിയിൽ ആ ഭാഗവതത്തെ കാണിച്ചു തരണമെങ്കിൽ നോക്കൂ. നിർത്തി കഴിഞ്ഞിട്ടും വീണ്ടും വിട്ടുപോയി എന്നുള്ള രീതിയിൽ ആ കുംഭസംഭവന്റെ കഥ പറയാനും ഒക്കെയുള്ള ആ ഒരു ഔത്സുക്യം, ഇതിനി നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് ശരി അല്ലേ? ഇങ്ങനൊരു നമുക്ക് ഗോവിന്ദേട്ടനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാനും വരാനും ഒക്കെ നമ്മളുടെ ഭാഗ്യമേ പറയാനുള്ളൂ. അപ്പം നമ്മളുടെ ആ ഒരു എന്താണ് ഗോവിന്ദേട്ടന്റെ കാരുണ്യം എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകില്ല. നമുക്കൊരു ഒരേ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. എന്താണ്? നമുക്കൊരു സമ്മാനം കൊടുക്കാൻ സാധിച്ചു. അതെന്നും പ്രകാശിക്കട്ടെ അല്ലെ? പ്രദീപം എന്നുള്ളത് എന്നും ഉത്തരോത്തരം. അത് ഇനി ഈ വാക്കുകൾ മുഴുവൻ ഈ ഭാഗവത കുടുംബത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുക ശരിക്കും ഗോവിന്ദേട്ടനെ. അപ്പൊ ഇന്ന് നോക്കൂ, ഈ വിചാരിക്കാത്തവർ പോലും വേഗം ചാടി കയറിയിട്ടുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഔത്സുക്യത. എന്തായാലും ഇനിയും നമുക്ക് ആ ഗോവിന്ദേട്ടന്റെ പ്രഭാഷണങ്ങൾ ധാരാളം കേൾക്കട്ടെ. അതിലുപരി എന്താണ് വേണ്ടത് അല്ലേ? ആയുസോളം സന്തോഷത്തോടുകൂടി ഇരിക്കാൻ ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ധാരാളം ഇതുപോലെ. കാരണം ഈ പറയാൻ താല്പര്യവും അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് അവസരം കിട്ടിയില്ലുള്ള വിഷമം എന്താണ്? അപ്പം അതിന് ഗുരുവായൂരപ്പൻ ഇടവരുത്തരുത്. അങ്ങനെ അടിക്കടി അല്ലെ, എവിടെ ഇരുത്താതെ ഇങ്ങനെ ഓടി 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 നടത്തണം. പല സ്ഥലങ്ങളിലായിട്ട് എത്രയോ സ്ഥലത്ത് ചെല്ലാനുണ്ട് അല്ലേ? അതിനൊക്കെ ആയിട്ട് നമ്മുടെ ഭാഗവത കുടുംബം മുഴുവൻ എല്ലാവരും ആ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ നമസ്കരിക്കുക. എന്തിനു വേണ്ടി? ഗോവിന്ദേട്ടനെ എല്ലായിടത്തും ഇനി ഒത്തിരി ധാരാളം സ്ഥലത്ത് അറിയപ്പെടണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. കാരണം ഇതാണ് ശരിക്കും ഭാഗവതം. ഇതിലേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലേ? എത്ര പദവിയിലെത്തിയാലും ഈ ഒരു ദാസഭാവം നമുക്ക് കിട്ടണമെങ്കിൽ എളുപ്പമല്ല. അത് അതിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ഒരു വിനയഭാവം അതിന് മൂർത്തിയായിട്ടുള്ള ആളാണ് ഗോവിന്ദേട്ടൻ. എപ്പോ വിളിച്ചാലും നമുക്കൊക്കെ അനുഭവമാണ്. അപ്പം ഇതൊന്നും പോരാ. കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ഈ
ഗോവിന്ദേട്ടനെ അറിയപ്പെടട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കും. ഗോവിന്ദനാമ സങ്കീർത്തനം. എന്തായാലും നമ്മൾ എപ്പോഴും ഈ ഗോവിന്ദ വിളിക്കുന്നുണ്ട്, ഗോവിന്ദനെ ഓർക്കാം അല്ലേ? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. പിന്നെ നമുക്കൊരു 10 മിനിറ്റ് വിശ്രമത്തിന് ശേഷം പാരായണം ആരംഭിക്കാം. ഇപ്പൊ നമ്മള് 9:32 9:40 ആരംഭിക്കാം. അപ്പൊ അതുവരെ കീർത്തനങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ട് പാടാം. ഇനി വായിക്കാനുള്ളത് പ്രീതാസായി, അവൻ്റെ മാനദേവി രാമകൃഷ്ണൻ 2 അധ്യായം നമ്മൾ പുറകിലാണ്. ഇനി 40 തയ്യാറായിട്ട് ഇരിക്കുക.